നമ്മുടേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം അടുക്കളയിൽ ഇറക്കിയിട്ട് കുറച്ചധികം ദിവസമായി. അപ്പോൾ ഇന്ന് ആ ഒരു സംഭാവന നടത്താൻ പോവാണ്. വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമ്മുടെ മലക്കറി വെട്ടിന്ന് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ ബീട്രൂട്ടും കൂടെ എടുത്തിട്ടുണ്ട്. കുനുകുന അരിഞ്ഞ ഈ കഷ്ണങ്ങളെല്ലാം കൂടെ ഒരു കുക്കറിനകത്തിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുത്തു. ആവിയൊക്കെ പോയതിനു ശേഷം ഞാൻ ഒരു പാത്രത്തിലോട്ട് അത് മാറ്റിയെടുത്തു. ഇനി നമ്മൾ ഈ വേവിച്ച സംഭവം ഒന്ന് ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് അണിയറ പ്രവർത്തകരെയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ചെറിയൊരു സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ബാക്കി പൊടികളിലേക്ക് കടന്നു. ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, അങ്ങനെ എല്ലാ സംഭവം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇതിലിടുമോ എന്നുള്ളത് എനിക്കറിയില്ല, എന്നാലും ഞാനത് ഇട്ടു. പിന്നെ അവസാനമായിട്ട് ഞാൻ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എൻ്റെ ഒരു കാഴ്ചയ്ക്കനുസരിച്ച് ഞാൻ ഇതെല്ലാം വാരിയിടും. എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മല്ലിയില ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ അതും കൂടെ വെട്ടിമുറിച്ചിടുന്നുണ്ട്. നേരത്തെ തന്നെ ബ്രെഡ് പൊടിച്ചത്, മുട്ട കലക്കി ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി അതൊന്ന് മുക്കി പൊരിച്ചെടുത്താൽ മാത്രം മതി. ഒറിജിനൽ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഇനിയും ഇതിൽ എന്തൊക്കെ ഐറ്റംസും കൂടെ വരുമെന്ന് തോന്നുന്നു. പക്ഷെ ഞാനീ ഉണ്ടാക്കുന്ന കട്ട്ലറ്റ് വെറും 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയായി കിട്ടും. ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന റെസിപ്പിയൊക്കെ തന്നെയാണ്. ഞാൻ പിന്നെ ഒരു ആലങ്കാരികമായി അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇന്ന് ഞാനല്ല കട്ട്ലറ്റ് ടേസ്റ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ളവരെ കൊണ്ടാണ് ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ അമ്മയാണ് സോസിൽ മുക്കി കഴിച്ചു നോക്കുന്നത്. ചൂടുമാറാതെ എടുത്ത് നാക്കിൽ വെച്ചുകൊണ്ട് നാക്കൊന്ന് പൊള്ളി, എന്നാലും കൊള്ളാന്ന് പറയിക്കാൻ ഞാൻ മറന്നില്ല. അങ്ങനെ നമ്മുടെ വലിയേട്ടൻ ടേസ്റ്റ് ചെയ്തു, അടിപൊളി എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ആദപ്പന് കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു അച്ഛൻ കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ കഴിക്കാമെന്ന്. അങ്ങനെ എല്ലാവരും കഴിച്ച് ഓക്കെ പറഞ്ഞപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞെങ്കിലും ചെറിയൊരു സ്ഥലം ഇനിയും കിടപ്പുള്ളതുകൊണ്ട് ഞാൻ ഒരു 3 കട്ട്ലറ്റും കൂടെ കഴിച്ചു.